പേട്രിയറ്റിന് തിയേറ്ററുകളിൽ വിലക്ക്. തിയേറ്ററിൽ നിന്നുള്ള നിർമ്മാണ വിതരണ വിഹിതം കൂട്ടിച്ചോദിച്ചതിനാണ് വിലക്ക്. ചിത്രവുമായി കരാർ വയ്ക്കരുതെന്ന് തിയേറ്ററുകൾക്ക് ഫിയോക്ക് നിർദ്ദേശം നൽകി. ഏപ്രിൽ 23-നാണ് ചിത്രം റിലീസ് ചെയ്യേണ്ടത്. എന്തായാലും പേട്രിയോട്ട് മലയാളികൾ കാത്തിരിക്കുന്ന സിനിമയാണ്. മമ്മൂട്ടിയും മോഹൻലാലും വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ചെത്തുന്ന സിനിമ. സ്വാഭാവികമായിട്ടും നിർമ്മാതാക്കൾ അതനുസരിച്ച് വില പേശി തിയേറ്ററുകളോട് ചോദിച്ചിരിക്കുന്നു. എന്നാൽ സാധാരണ ചിത്രങ്ങൾക്ക് നൽകുന്നത് പോലെ ആദ്യത്തെ ആഴ്ചയിൽ 60%, രണ്ടാമത്തെ ആഴ്ചയിൽ 55%, മൂന്നാമത്തെ ആഴ്ച മുതൽ 50% എന്നീ നിരക്കുകൾ നിന്നും മാറാൻ കഴിയില്ല എന്നതാണ് തിയേറ്ററുകാരും പറയുന്നത്. എന്തായാലും നവമി ദിനേശ് ചേരുന്നുണ്ട് വിശദാംശങ്ങളായി. നവമി, ആദ്യത്തെ ആഴ്ചയിൽ 60% വേണം എന്നുള്ളതാണല്ലോ സാധാരണ. പക്ഷേ ഈ ആദ്യത്തെ രണ്ടാഴ്ചയിലും 60% വേണം എന്നുള്ള രീതിയിലേക്ക് നിർമ്മാതാക്കൾ അപ്രോച്ച് ചെയ്തു. ആൻഡോ ജോസഫ് നിർമ്മാണ കമ്പനിയാണ്, സ്വാഭാവികമായിട്ടും അവർ ചോദിക്കുമെന്നുള്ള രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോയി. പക്ഷേ ഫിയോക്ക് അതിൽ നിന്നും ഒരടി മുന്നോട്ടില്ലെന്നാണ് അല്ലേ മനസ്സിലാക്കേണ്ടത്? ഹരി, അത്രയേറെ വൻ താരനിരയുമായി എത്തുന്ന ഒരു ചിത്രമാണ് പേട്രിയോട്ട്. പ്രേക്ഷകർ അത്ര ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് മമ്മൂട്ടി മോഹൻലാലും ഒരിടവേളയ്ക്ക് ശേഷം ഒന്നിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും അത്രയും വലിയ ബജറ്റിൽ തന്നെയാണ് ഈ ചിത്രം ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആവശ്യം ഫിയോക്കിനോട് നിർമ്മാതാവ് ആൻഡോ ജോസഫ് ആവശ്യപ്പെട്ടത്. അതായത് ആദ്യത്തെ ഒരാഴ്ചത്തെ 60% കൂടാതെ രണ്ടാമത്തെ ആഴ്ചയിലും അതേ തുക തന്നെ, അതായത് 60% തന്നെ വേണമെന്നാണ് നിർമ്മാതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ഇതിനോട് ഫിയോക്ക് മുഖം തിരിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ 60% രണ്ടാമത്തെ ആഴ്ചയും തരാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഫിയോക്കിന്റെ നിലപാട്. അവർ പ്രധാനമായും പറയുന്നത്, ആദ്യം ഈ അടുത്തിടയ്ക്കായി തിയേറ്ററുകളിൽ ഓടുന്ന ചിത്രങ്ങൾക്കൊന്നും വലിയ കളക്ഷൻ ഉണ്ടാകുന്നില്ല. സാമ്പത്തികമായും തിയേറ്റർ ഉടമകളും വലിയ പ്രതിസന്ധിയിലാണ്. അപ്പോൾ ഇതുപോലൊരു ചിത്രം വരുമ്പോൾ സ്വാഭാവികമായും ആളുകൾ കയറും. അതിലാണ് തിയേറ്റർ ഉടമകളുടെയും പ്രതീക്ഷ. ഇത് ഒരു സിനിമയ്ക്ക് ഇത്തരത്തിലൊരു ഇളവ് കൊടുത്താൽ വീണ്ടും മറ്റ് നിർമ്മാതാക്കളും അല്ലെങ്കിൽ സംവിധായകരും ഇതേ ആവശ്യവുമായി രംഗത്തെത്തുകയും ചെയ്യും. അത് സാമ്പത്തികമായി വലിയ നഷ്ടമുണ്ടാക്കും. അതുകൊണ്ട് ഈ ഒരു ആവശ്യത്തോട് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഫിയോക്ക് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതെന്തായാലും ഈ ഒരു പ്രശ്നം ഇത്രയും വിവാദമായിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയും ഒത്തുതീർപ്പാക്കുക എന്നത് തന്നെയായിരിക്കും നിർമ്മാതാവും അതോടൊപ്പം തന്നെ ഫിയോക്കിന്റെയും അടുത്ത നടപടി. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ ഉണ്ടാകും. നമുക്കറിയാം, നേരത്തെ എമ്പുരാനിലും ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ വിഹിതം നൽകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം നിലനിന്നിരുന്നു. പിന്നീട് നിർമ്മാതാക്കളും തിയേറ്റർ ഉടമകളും സംസാരിച്ച് പിന്നീട് അത് ഒരു സംയമനത്തിൽ പോവുകയും ചെയ്തിരുന്നു, സമവായത്തിൽ പോവുകയും ചെയ്തിരുന്നു. എന്തായാലും വീണ്ടും ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ 23-ാം തീയതിയാണ്, ഏപ്രിൽ 23-നാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇപ്പോഴും വിവാദം തുടർന്നുകൊണ്ടിരുന്നാൽ തിയേറ്റർ ഉടമകൾക്കും സ്വാഭാവികമായും വലിയൊരു നഷ്ടമുണ്ടാകും. കാരണം അവരെ സംബന്ധിച്ച് ഇത്രയും വലിയൊരു സിനിമ മലയാളത്തിൽ ഇറങ്ങുകയാണെങ്കിൽ അത്രയേറെ പ്രേക്ഷകർ ഉണ്ടാകുമെന്നൊരു അവർ അത്രയേറെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ അത്രയും ആളുകൾ കയറുമെന്നാണ് അവരും പ്രതീക്ഷിക്കുന്നത്. അതില്ലാണ്ടായി കഴിഞ്ഞാൽ തിയേറ്റർ ഉടമകൾക്ക് തന്നെയായിരിക്കും നഷ്ടം. എന്തായാലും നിർമ്മാതാവുമായി വീണ്ടും സംസാരിച്ച് ഇതൊരു സമവായത്തിലെത്താൻ വേണ്ടി തന്നെയാണ് ഇവരുടെയും തീരുമാനം. അത് തന്നെയാണ് സാഹചര്യം. മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചെത്തുന്നത്, ഏകദേശം ഒരു 2020 എന്ന ചിത്രത്തിന് ശേഷം ഒരുമിച്ചെത്തുന്ന സിനിമ. സ്വാഭാവികമായിട്ടും ഇരു താരങ്ങളുടെയും ഒരു വലിയ ഫാൻ ബേസ് തിയേറ്ററുകളിലേക്ക് ഇരച്ചു കയറാനാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര തുടങ്ങിയ ഒരു വലിയ താരനിര ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇത്രയും വലിയൊരു ബഡ്ജറ്റിൽ ഇറക്കുന്ന, ഇത്രയധികം ഹൈപ്പിൽ റിലീസ് ചെയ്യുന്ന ഒരു ചിത്രത്തിന് തിയേറ്റർ സംഘടനയുമായിട്ടും നിർമ്മാതാക്കൾ ഒരു വിഹിതാടിസ്ഥാനത്തിൽ ചർച്ചകൾ നടക്കുന്നത്. ആദ്യത്തെ രണ്ടാഴ്ചയും 60% വേണം എന്നതാണ് നിർമ്മാതാക്കളുടെ ആവശ്യം. ആൻഡോ ജോസഫ് ഫിലിം കമ്പനിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. എന്തായാലും ആ ഒരു ആവശ്യത്തെ തൽക്കാലത്തേക്കെന്നല്ല അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.